അങ്ങനെ കൊള്ളാമെന്നുണ്ട്. എന്തുവാ ഇതങ്ങ് ഇത്ര അടുത്ത് കിടന്നിട്ട് എനിക്കിതൊന്ന് കാണാൻ വരാൻ ഒത്തില്ലല്ലോ ഇതൊന്ന്. ഇത് എല്ലാവരും പറഞ്ഞു ഞാൻ വിചാരിച്ചത് ഇത്ര സംഭവമാണെന്നൊന്നും ഞാൻ അറിയില്ലല്ലോ. ബൈജുവേ, ആരാ സുമി നമ്മുടെ ഫ്ലൈറ്റിന് ചുറ്റും കിടന്ന് കറങ്ങുന്നേ? അമ്മാമേ ബൈജുവേ, എന്തുണ്ട് ബൈജു? എന്താണോ ഇങ്ങനെ ഞാൻ യൂട്യൂബിനകത്തൊന്ന് ഓണാക്കി കണ്ടപ്പോഴാ ബൈജുവിന്റെ വീട്ടിലെ ഈ ഫ്ലൈറ്റ് ഒന്ന് ഫേമസ് ആയെന്ന് കണ്ടോ. ഞാൻ അടുത്ത് കിടന്നിട്ട് എനിക്ക് ഇവിടം വരെ ഒന്നും വരാൻ ഒത്തില്ല, ക്ഷമിക്കണം. ആദ്യം ക്ഷമ. ബൈജു ഒരു യൂട്യൂബർ വീട്ടിൽ പോയി, ഏത് യൂട്യൂബറാന്ന് ബൈജു പറഞ്ഞിട്ടില്ല. എന്നോട് എൻ്റെ അയലോക്കക്കാരന് എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഏത് യൂട്യൂബറാണെന്ന്. ഇന്ന് എന്നോട് പറയും. അത് ഞാൻ നിങ്ങളോട് പറയാം ആരാണെന്നുള്ളത്. നമുക്കിത് നിങ്ങൾ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ ഇത് കാണണം. നമുക്ക് ബൈജുവിനോട് ഈ ഫ്ലൈറ്റിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം. ബൈജു, ഇത് ഉണ്ടാക്കിയതിന്റെ പിന്നിലെ രഹസ്യം എന്തുവാന്ന് എന്നോട് പറയണം. ഇതിന്റെ വലിയ കഷ്ടപ്പാടുകളെ, ബുദ്ധിമുട്ടുകളെ, കുഞ്ഞുങ്ങളുടെ മുന്നിൽ ബൈജു പപ്പ ഒരു ഫേമസ് ആവാൻ, ലോകം അറിയപ്പെടാൻ, അതെല്ലാം ഒന്ന് പറയണം. ഇത് എത്ര ദിവസം എടുത്തു ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ? ഇത് ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 18 ദിവസത്തോളം എടുത്തു. 18 ദിവസം ഞങ്ങൾ രാവും പകലും കഠിനാധ്വാനം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഫ്ലൈറ്റിന്റെ ഈ ഒരു അവസാനത്തെ രൂപത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ കൂടുതൽ സമയം രാത്രി സമയങ്ങളിലാണ് പണിഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ ജോലിയും കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രിയിലാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത്രയും റിസ്ക് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങളൊരു യൂട്യൂബറെ കാണാൻ പോയി. അവിടെ ഞങ്ങൾക്ക് യൂട്യൂബറെ കാണാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ട ഒരു സംഭവം ഉണ്ട്, എല്ലാരും കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഒരു വിഷമത്തിന്റെ അതിന്റെ ഒരു വിഷമത്തിന്റെ പുറത്താണ് ഞങ്ങള് എന്നാൽ ലോകം അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ഞാനാകണം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ ഇവിടെ വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കാനുള്ള കാരണം. കുഞ്ഞുങ്ങൾക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന യൂട്യൂബറുടെ അടുത്ത് പോയി സെൽഫി എടുക്കാനാണ് ഇഷ്ടം. വേറെ ആരെയും അങ്ങനെ വലിയ അവർക്ക് അറിവില്ല, കുഞ്ഞുങ്ങളല്ല. അതെ. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞപ്പോ ഞാൻ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോ അവർക്കുണ്ടായ വിഷമം മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു യൂട്യൂബറായി തീരണമെന്ന് ഞാനും ആഗ്രഹിച്ചു. ഞങ്ങളുടെ ബൈജു, അയലോക്കത്തെ ബൈജു ലോകം അറിയപ്പെടുന്ന ഒരു യൂട്യൂബറായി. ഞാൻ ഒരു വർഷം കൊണ്ട് യൂട്യൂബ് ചെയ്യുക എന്നെ ലോകം അറിയപ്പെട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ബൈജു കുറച്ച് സമയം കൊണ്ട് ലോകം അറിയപ്പെട്ട് ഈ ഭാര്യ ഫുൾ സപ്പോർട്ടാണ്. അങ്ങനെ വേണം. ഭർത്താവിന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു ഭാര്യ ഉണ്ട്. അങ്ങനെ വേണം. പിന്നെ ഇതോടെ പറയാം, എത്ര രൂപ ഇതിന് ചെലവായി? ഇതിന് 65,000 രൂപയും പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തോണ്ട് പോയത് ഫ്ലൈറ്റ് വണ്ടിയില്, അങ്ങനെ എല്ലാം കൂടെ 70,000 രൂപ ഇതിന്റെ പിന്നിൽ ചെലവാക്കിയിട്ടുണ്ട്. ഇതിന് 35 അടി നീളമുണ്ട്. മെറ്റീരിയൽ പൈപ്പിന്റെ സ്ക്വയർ പൈപ്പും അതേപോലെ ACP ഷീറ്റ്, നെറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ ഉപയോഗിച്ച് ഞങ്ങള് 18-20 ദിവസം കൊണ്ട് ഞങ്ങൾ പണിഞ്ഞ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. നമ്മുടെ പപ്പായ്ക്ക് മമ്മിക്ക് എല്ലാം സന്തോഷമായി. എല്ലാവർക്കും ഇപ്പൊ സന്തോഷമായി. ലോകം മുഴുവൻ. അതെ. അവിടെ എല്ലാവർക്കും സന്തോഷം. അതെ. അയൽക്കാരിയായി എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് നാളെ കൊണ്ട് ഫ്ലൈറ്റ് കയറാന് കൊതിച്ചടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഈ ഫ്ലൈറ്റിന് മുന്നേ വന്നിന്ന് ഒരു ഫോട്ടോയും ഈ യൂട്യൂബറൊക്കെ ഒന്ന് കണ്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു കുളിർമ പോലെ ഫ്ലൈറ്റ് കയറിയതിന് തുല്യമായി. അപ്പൊ നമുക്കിത് ചുറ്റും കാണാം. ഇത് ആരിലും വില പറയാനേ കൊടുക്കുമോ? ഇനി ഇത് കൊടുക്കത്തില്ല. കാരണം ഈ ഫ്ലൈറ്റ് ആണ് ഇന്ന് ഇത്രയും നിലയിൽ എത്തിച്ചത്. അതുകൊണ്ട് ഇനി ഇത് ആർക്കും ഞാൻ കൊടുക്കത്തില്ല. ഇല്ല. നമുക്ക് വരുന്നവർക്ക് ഇത് നിന്ന് കാണാം, ഫോട്ടോ എടുക്കാം. നമ്മുടെ വീട്ടിൽ ഒരു ഫ്ലൈറ്റ് കിടക്കുന്ന ഒരു അലങ്കാരം. തീർച്ചയായിട്ടും. ഫ്ലൈറ്റിന്റെ അതേ മോഡല്. ഇത് കഷ്ടപ്പെട്ടു. ഒരുപാട് കഷ്ടപ്പെട്ടു. സൂപ്പർ. എന്താ എഴുതിയേക്കുന്നത്? ഇത് എഴുതിയേക്കുന്നത് എയർ ഫ്രാങ്ക് എന്നാണ്. ഞാനിത് കൊണ്ടുപോയി ഇടിച്ചിറക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു എന്റെ. അത് ഞാൻ കേട്ടല്ലോ. അത് ഇതെന്തോ നശിപ്പിക്കണം, ഇടിച്ചിറക്കണം, ഇത് ഇല്ലാതാക്കണം എന്നൊക്കെ ഒരു മനസ്സിൽ. പിന്നെ എന്തോ, അതായത് ലോകം അറിയപ്പെടുന്ന ഒരാളാകണമെങ്കിൽ ലോകം അറിയുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകും. അപ്പൊ ഒരു ഫ്ലൈറ്റ് വന്ന് തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനും അറിയും. അങ്ങനെ ലോകം മുഴുവനും അറിയുന്ന രീതിയിലേക്ക് ഒരു വീഡിയോ ചെയ്തെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ആയപ്പോഴാണ് ഈ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നത്. ഫ്ലൈറ്റ് ക്രാഷ് ഇല്ല, ഇനി തകർക്കത്തില്ല. അതെ, ഫ്ലൈറ്റ് ക്രാഷ് എന്നുള്ളത്. അങ്ങനെ യാദൃശ്യമായിട്ട് ക്രാഷ് ഉണ്ടാക്കി വലിയ കേസൊക്കെ ഉണ്ടാകുവാണെന്നുണ്ടെങ്കിൽ എനിക്കതെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫ്ലൈറ്റ് ക്രാഷ് എന്ന് എഴുതി വെച്ചത്. കാരണം ഒരു കേസ് ഉണ്ടെങ്കിൽ എനിക്ക് രക്ഷപ്പെടണ്ടേ. കാരണം 2 പിള്ളേരും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതായി. എനിക്ക് എങ്ങനെയും അവരെ അവർക്ക് ആഹാരം കൊടുക്കണ്ടേ വേണ്ടി.
ഫ്ലൈറ്റ് ഇത് ഒറിജിനൽ ഫ്ലൈറ്റ് നമുക്ക് കയറി ഇനി പോകണം. തീർച്ചയായിട്ടും. ബൈജു ഇപ്പൊ ഒരു യൂട്യൂബറുടെ വീട്ടിൽ ചെന്ന് ഈ കുഞ്ഞുമായിട്ട് കരഞ്ഞോണ്ട് 2 കുഞ്ഞുങ്ങളോട് കരഞ്ഞോണ്ട് ഇറങ്ങി. കരഞ്ഞോണ്ട് വീട്ടിൽ ഇരിക്കാനല്ല ബൈജു നോക്കിയത്. എല്ലാവർക്കും ഒരു മാതൃക. ബൈജു ആണെങ്കിൽ എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഈ ലോകം അറിയപ്പെടുന്ന യൂട്യൂബർമാർ മൊത്തം ഇവിടെ വന്നു. ബൈജുവിൻ്റെ ഈ നല്ല മാതൃക കണ്ട് നമുക്കിവിടെ ബൈജുവിൻ്റെ എന്നെക്കാട്ടി ഒത്തിരി ഇളയതാണേലും ബൈജുവിൻ്റെ ഈ നല്ല പ്രവൃത്തി കണ്ട് നിങ്ങൾക്ക് ഒരു വഴി പുറമോട്ട് പോകാനല്ല. ഏതൊരു സാഹചര്യത്തിൽ മനുഷ്യന് ഏതൊരു സാഹചര്യത്തിൽ കരഞ്ഞോണ്ട് എന്നെ അവരങ്ങനെ പറഞ്ഞല്ലോ, എന്നെ ഇവരിങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് പുറമോട്ട് തിരിഞ്ഞോണ്ട് അവരോട് തിരിക്കാനല്ല ബൈജു നോക്കിയത്. മുന്നോട്ട് തന്നെ നിന്നു. മുന്നോട്ട് തന്നെ നിന്നു. മോൻ ഇനി കാണണ്ട. മോന്റെ യൂട്യൂബർ കൂടി ഞാനോട് കൂടിയാണ്. ഈ കുഞ്ഞുങ്ങളുടെ പപ്പായും കുഞ്ഞുങ്ങളുടെ മമ്മിയും ഇതെല്ലാം കൂടെ നമ്മുടെ ഈ ദേശം മൊത്തം അറിയപ്പെടുന്ന ഒരു യൂട്യൂബറായി. കുഞ്ഞുങ്ങൾക്കത് ഇനി സ്കൂളെല്ലാം അറിയപ്പെട്ടോ. എന്തുവാ യൂട്യൂബർ മോന്റെ പപ്പ യൂട്യൂബർ ആയെന്നൊക്കെ ചോദിച്ചോ? എല്ലാവരും കാണുന്നുണ്ടോ? ടീച്ചർമാരൊക്കെ എന്തോ പറഞ്ഞു? നല്ലതെന്ന് പറഞ്ഞോ? മോളെ പറഞ്ഞോ? ടീച്ചർമാരെല്ലാം പറഞ്ഞോ യൂട്യൂബർ ബൈജുവിന്റെ മോളാന്ന് പറഞ്ഞോ? ആണോ? അത് ശരി. ലോകം അറിയപ്പെട്ടല്ലോ. ഇനി പപ്പായ്ക്കും മമ്മിക്കും എല്ലാവർക്കും ഒരു പ്രോത്സാഹനമായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിത്തത്തിലായാലും ഇതിനകത്ത് എല്ലാത്തിനും മുന്നേറണേ. അപ്പം ബൈജുവേ ഇനിയിപ്പം എന്തോ ഇനി അടുത്ത പരിപാടി എന്തോ? അടുത്തത് ലോകം അറിയപ്പെടുന്ന എന്ത് അടുത്തത് ചെറിയൊരു പരിപാടി തുടങ്ങാൻ പോവാണ്. ഒരു 10-30 ദിവസമെങ്കിലും അതിന് ഒരു വർക്ക് ഉണ്ടാവും. അടുത്ത മാസം ഇതേ സമയമാകുമ്പോഴത്തേനും ഞങ്ങൾ അത് രംഗത്ത് ഇറക്കും. ഞങ്ങള് ബൈജുവിന്റെ കൂടെ കരഞ്ഞോണ്ട് ഇറങ്ങി പോവാൻ ഇടയായില്ലേ? അതില്ല. ഇവിടെ ആർക്കും എപ്പം വേലും വരാം. എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, താങ്ക് യു. നല്ല മനസ്സിന് നന്ദി. ബൈജുവിനെ എല്ലാരും അനുകരിക്കും. വാങ്ങാൻ തുടങ്ങുവാണ്. ഞങ്ങൾ ഈ ഫ്ലൈറ്റ് ഇപ്പൊ അരമണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് ദുബൈക്കാണോ സൗദിക്കാണോ? ഞങ്ങൾ സൗദിയിലോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോ ഇവിടുന്ന് പൊങ്ങുന്നതാണ്. ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.